ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വന്ന അവളുടെ അച്ഛന്റെ കരച്ചില് അതിപ്പോഴും എന്റെ മനസ്സിന്ന് പോകുന്നില്ല. ആ പാവ മനുഷ്യന്റെയും പാറുന്റെയും ശാപം ആ കരുനാഗം അനുഭവിക്കേണ്ടി വരും. ഉറപ്പായി അനുഭവിക്കേണ്ടി വരും. ഈശ്വരൻ അയാളെ വെറുതെ വിടൊന്നുമില്ല. ഈശ്വരന്മാരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ അയാൾ ഈ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്കൊക്കെ ഒരു ദിവസം എണ്ണി എണ്ണി ഞാൻ കണക്ക് പറയിപ്പിക്കും. പ്രിയനാ പറയുന്നത്. അബദ്ധത്തിൽ ഒരു ഡ്രസ്സ് കത്തിപ്പോയെന്നും പറഞ്ഞ് കമ്പനിയിലെ ടോയ്ലറ്റ്സ് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്ന് അയാളോട് പറയാൻ ധൈര്യമുള്ള ഒറ്റ ഒരുത്തം പോലും ആ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ലേ? എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നേ? എന്റെ ജോലി ടോയ്ലറ്റ് കഴുകലല്ല, അത് ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയാനുള്ള ധൈര്യം ഇവക്ക് ഉണ്ടായോ? അയാള് പറയുന്നത് മുഴുവൻ ഒരൊറ്റ അക്ഷരം പോലും എതിർത്ത് പറയാതെ അനുസരിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ആയിഷ മതി. ഇവളിത് നമ്മളോട് വന്ന് പറഞ്ഞത് എന്തിനാ? കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയല്ലേ? ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മളും കൂടെ കുത്തി നോവിച്ച ആ കരിനാഗവും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ കുത്തി നോവിച്ചതല്ല. ഇവളത് പറഞ്ഞു കേട്ടപ്പോ അറിയോ അതിന്റെ കൈ തരിക്കുക ചെയ്തത്. അയാൾ കിട്ടുന്നാല് പൊട്ടിക്കാൻ വേണ്ടി. അതിന് നിവൃത്തിയില്ലല്ലോ. എന്റെ ദേഷ്യം ഇങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണ്ടേ? അയാളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നീ ഇവളുടെ ബക്കറ്റ് കയറിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അവിടെ കിടന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും ഈ പാവം. കൂട്ടുകാരികളായി നമ്മളെങ്കിലും സമാധാനം കൊടുക്കണ്ടേ? പാറു, അയ്യോ, എന്ത് ജോലിയും ചെയ്യാം, അതിനൊരു മാനക്കേടും വിചാരിക്കാനില്ല. പക്ഷെ അയാള് നിന്നെ ആ ജോലി ഏൽപ്പിച്ചത് നിനക്കുള്ള ശിക്ഷയായിട്ടാ. അത് ഓർത്തപ്പോഴാ എന്റെ കൺട്രോള് പോയത്. അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നെ അത്രയ്ക്ക് ഇഷ്ടായതുകൊണ്ടാ. ആ സമയത്ത് നീ ഈ കാര്യം ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി വന്ന് അയാളുടെ സൂക്കേട് തീർത്തു കൊടുത്തേനെ. തൊഴിലാളികൾ അടിമകളൊന്നുമല്ല. അയാളുടെ മാടമ്പിത്തര സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കൈലാഷ് സാറിന്റെ മൊബൈൽ നമ്പർ ഇല്ലേ നിന്റെ കയ്യില്? നിനക്കെന്തിനാ കൈലാഷ് സാറിന്റെ മൊബൈൽ നമ്പർ? അയാളും കൂടെ അറിഞ്ഞോണ്ടാണോ അയാളുടെ കമ്പനിയിലെ പ്രൊഡക്ഷൻ ഹെഡ് ഗുണ്ടായിസം കാണിക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. പാറു, നമ്പർ താ. വേണ്ട, കൈലാഷ് സാർ അറിയാതെയാ. കൈലാഷ് സാർ അറിയാതെയാണെങ്കിൽ നിനക്കൊരു പ്രശ്നം വന്നാ ഇടപെടുന്ന ആളല്ലേ കൈലാഷ് സാറ്. നീ എന്തുകൊണ്ട് അയാളെ വിളിച്ചറിയിച്ചില്ല? നിങ്ങൾ എന്താ ഒട്ടും ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത്? ഇവള് കൈലാഷ് സാറിനെ വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഇവൾക്ക് നാളെയും ആ കരുനാഗത്തിന്റെ കീഴിൽ തന്നെയല്ലേ വർക്ക് ചെയ്യേണ്ടത്? ആ ദേഷ്യം കൂടി അയാൾ ഇവളോട് തീർക്കില്ലേ? ഇന്ന് കൊടുത്തതിന്റെ ഇരട്ടി ശിക്ഷ അയാൾ ഇവൾക്ക് കൊടുക്കില്ലേ? ഇവളിങ്ങനെ പേടിച്ച് കീഴടങ്ങി കൊടുക്കുന്നതുകൊണ്ടാ അയാൾക്ക് വീണ്ടും വീണ്ടും ഇവളെ ഉപദ്രവിക്കാൻ ധൈര്യം കിട്ടുന്നത്. അയാള് ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളെല്ലാം ഇവൾ കൈലാഷ് സാറിനെ വിളിച്ച് അറിയിച്ചിരുന്നെങ്കിൽ ഇവളുടെ അച്ഛൻ നിലവിളിക്കുന്നത് ഇവൾക്ക് കാണേണ്ടി വരുമായിരുന്നോ? ഇനിയെങ്കിലും ഈ കാര്യങ്ങളെല്ലാം കൈലാഷ് സാറിനെ അറിയിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ദുഷ്ടത്തരങ്ങൾ അയാൾ നിന്നോട് ചെയ്യും. ദേ ജെന്നിഫർ, നീ കൈലാഷ് സാറിന്റെ നമ്പർ കൊടുത്തേ. ആയിഷ, കൊടുക്കാനല്ലേ പറഞ്ഞത്? ഒരു കണക്കിന് ചിന്തിച്ച ഇവര് പറയുന്നത് ശരി. അയാള് നിന്നെ ഇത്രയധികം ഉപദ്രവിക്കണമെങ്കിൽ മുക്തയ്ക്കും അതിലൊരു കൈയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ കൈലാഷ് സാർ എന്നെ ഇടപെടണം. കൈലാഷ് സാർ ഇടപെട്ട അവരെ കൊണ്ടുള്ള ശല്യം അവസാനിക്കുമെന്ന് മാത്രമല്ല, നീ ആഗ്രഹിക്കുന്ന പോലെ ടൈലർ ജോലിയിലേക്ക് നിനക്ക് അയാൾ പ്രൊമോഷൻ തരാനുള്ള ചാൻസും ഉണ്ട്. നീ നമ്പർ താ. വേണ്ട ജെന്നിഫർ, ഞാൻ കാരണം കമ്പനിക്കൊരു വലിയ നഷ്ടമുണ്ടായി.
അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് ഞാൻ സഹിച്ചോളാം. നീ കാരണം കമ്പനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടായിരുന്നോ? എങ്ങനെ? ഡ്രസ് കത്തിപ്പോയത് ദുശകനമാണെന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ വന്നവര് തിരിച്ചുപോയി. 2 കോടിയുടെ ഓർഡർ നഷ്ടപ്പെട്ടത് ഞാൻ കാരണല്ലേ കമ്പനിക്ക് അത്രയും വലിയ നഷ്ടം ഉണ്ടായത്. അപ്പോ അതിനുള്ള ശിക്ഷയും ഞാൻ അനുഭവിക്കണ്ടേ? എന്റെ തലവരെ മോശ. അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്. കൈലാഷ് സാറിനെ വിളിച്ചറിയിച്ചിട്ട് എന്തിനാ? എന്റെ തലവരെ മാറ്റി എഴുതാൻ കൈലാഷ് സാറിനെ കൊണ്ട് പറ്റൂ? അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കുക തന്നെ. എന്നെങ്കിലും എനിക്കൊരു നല്ല കാലം വരുമായിരിക്കും. എന്റെ സങ്കടം കണ്ടിട്ട് നഷ്ടപ്പെട്ടു പോയ എന്റെ ശമ്പളക്കാശ് തേടി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആളാ ഗന്ധർവൻ. നിഴല് പോലെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആള്. പക്ഷെ കരുനാഗ എന്നോട് അത്രയും വലിയ ദുഷ്ടത്തരം ചെയ്യുമ്പോ പാടില്ലെന്ന് പറയാൻ ഗന്ധർവൻ പോലും വന്നില്ലല്ലോ. ടോയ്ലറ്റുകൾ കഴുകുന്ന എന്റെ അടുത്തേക്ക് അയാൾ എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴെങ്കിലും ഗന്ധർവൻ അയാളെ തടയാമായിരുന്നില്ലേ? എന്റെ അച്ഛന്റെ സങ്കടം കാണാൻ ഈശ്വരന്മാരുമില്ല, ഗന്ധർവനും ഇല്ല. മറയും മായയായി ശിലയിലും കുളിരഴുമുറവകളെഴുതി ഇതുവഴി അകലുമാറോ അവനേതോ മായാജാലം. ആരോ അവനാരോ കാണും സ്വപ്നം. ഒരു കരിമുകിലിന്നു ചിറകുകളരുളിയ മിന്നലേ. അതെന്റെ സൈക്കിൾ ബെല്ലാണല്ലോ. ആരാ ഈ സമയത്ത് എന്റെ സൈക്കിളിന്റെ ബെല്ലടിക്കുന്നത്?